ഹായ് ഫ്രണ്ട്സ്, ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് നല്ല ഉണക്കി വറുത്ത് പൊടിച്ച ഒരു പാവയ്ക്കയുടെ തീയൽ നോക്കിയാലോ ഫ്രണ്ട്സ്. അതിനാവശ്യമായി ഞാനിവിടെ ഒരു മുറി തേങ്ങ ചെറുതായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്, ഒരു 5-6 ചുവന്ന ഉള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. നമുക്ക് ഈ സമയം ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വറുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തേങ്ങ നന്നായിട്ട് മൂത്ത് കിട്ടും. നമ്മുടെ തേങ്ങ താണ്ട് നല്ല മെറൂൺ കളറായിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കണേ ഫ്രണ്ട്സ്. ഇത്തിരി കരിയാതെ ശ്രദ്ധിച്ച് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മൂക്കുന്നവരേക്കും നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ അങ്ങനെ നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫാക്കി മാറ്റി വയ്ക്കാം. ഇതിനാവശ്യമായി നമ്മളിവിടെ വാളംപുളി എടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ മുഴുപ്പിൽ ഒരു കഷ്ണം വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് കണ്ടോ, പാവയ്ക്ക നന്നായിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ ചേർത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്കിനി വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രണ്ട്സ് നമുക്ക് വറുത്തെടുക്കണേ. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഞാനിവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. പാവയ്ക്ക നന്നായിട്ട് കഴുകി ചെറുതായിട്ട് നൈസായിട്ട് വട്ടം വെട്ടി ഉണക്കിയെടുത്തതാണ്. ഇനി നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിവിടെ 1 കപ്പ് ചെറുള്ളി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചതാണ്. ചെറുള്ളി നമ്മൾ 2ആയിട്ട് മുറിച്ചെടുത്തതാണ്. 1 കപ്പ് ചെറുള്ളി. നമുക്കിത് നന്നായിട്ട് വതക്കി കൊടുക്കാം. നമ്മൾ ചെറുള്ളി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സവാളയെക്കാളും നമ്മൾ തീയലൊക്കെ വയ്ക്കുമ്പോൾ ചെറുള്ളി ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് ഞാൻ 1 പച്ചമുളക് എടുത്ത് 4ആയിട്ട് കീറിയിട്ടിട്ടുണ്ട്. അതങ്ങനെ നമുക്ക് വെന്തുകൊണ്ടിരിക്കട്ടെ. ഇനി നമുക്ക് മസാല പൊടിക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാലയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പൊടിച്ചെടുക്കാം. നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കാതെ വേണം പൊടിച്ചെടുക്കുവാണേ. ഇത് നമുക്ക് ഇനി കുറച്ചുകൂടെ അരയാനുണ്ട്. സ്പൂണിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നല്ല പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടുവേ. അതിനെ നമ്മൾ ഇത് പൊടിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ഇപ്പം നല്ല മഷി പോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ പാവയ്ക്ക, അത് ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മൾ പാവയ്ക്ക ഇതുപോലെ ഉണക്കി കറി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പാവയ്ക്കയുടെ കയ്പ്പില്ലേ, അത് ഒട്ടും അറിയത്തില്ല. നന്നായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വതങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ ആ മസാല ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് ശേഷം വേണം നമ്മൾ വെള്ളവും പുളിവെള്ളമൊക്കെ ചേർക്കേണ്ടത്. നമ്മൾ നേരത്തെ പുളിവെള്ളം വെച്ചിരുന്നില്ലേ, അത് നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഞാൻ 1 പ്രാവശ്യം പിഴിഞ്ഞെടുത്തിട്ടുള്ളേ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടായിരുന്നേ. നമ്മൾ മസാല വറുത്തപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ പുളിവെള്ളം ചേർത്തപ്പോഴാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചില്ലേ ആ പാവയ്ക്ക് ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ.
മസാലയൊക്കെ ചേർത്ത് കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച പാവയ്ക്ക ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഒരു 2-3 തിള വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കി വയ്ക്കാം. നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.